ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ദ കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ളോഗിൻ്റെ ആദ്യത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലുള്ള ഒരു ഫേമസ് ഡാമിലാണ്. ആ ഡാം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിരുന്ന പ്രകൃതി മനോഹരമായ ഡാമാണിത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ആളിയാർ ഡാം. ആ ഡാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ മലമ്പുഴ ഡാമിൻ്റെ ഭംഗിയും പ്രകൃതി മനോഹാരിതയും തോന്നിപ്പിക്കുന്ന ഒരു ഡാം തന്നെയാണ് ഇതും. നമ്മുടെ കേരളത്തിലെ മലമ്പുഴ ഡാമിൻ്റെ ഏകദേശം ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ഒത്തുവരുന്ന ഒരു ഡാം തന്നെയാണ് ആളിയാർ ഡാമും. പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട് ഈ ഡാമിലേക്ക്. ഇവിടെ ഒരു വലിയ ആല് നിൽപ്പുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആലാണെന്ന് കണ്ടാൽ അറിയാം. അത്രയ്ക്ക് ഭീമാകാരമായ ആലാണിത്. ഇനി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. ചുറ്റും 3-4 ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. 10 രൂപയാണ് ടിക്കറ്റ് ഡാമിൽ പ്രവേശിക്കുന്നതിന്. പാർക്കിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മലമ്പുഴയുടെ അത്രയും വലിപ്പമില്ലെങ്കിലും പാർക്ക് കാണാൻ കൊള്ളാം. കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെയായി കളിക്കുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടാവും ടൂറിസ്റ്റുകൾ ഇത്രയധികം ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ വഴി ചാലക്കുടിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഡാം ഉള്ളത്. പൊള്ളാച്ചിയിൽ നിന്ന് ചാലക്കുടി ഏകദേശം 175 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ പാർക്കിന്റെ ഉള്ളിലൂടെ ഒരു തോടുണ്ട് കേട്ടോ. ഇതിലൂടെ ആളുകൾ ഇറങ്ങി നിന്ന് കുളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടാണ് ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക്. ചൂടിൽ നിന്ന് ശമനം കിട്ടാനാണ് മിക്കവാറും ഈ തോട്ടിലിറങ്ങി കുളിക്കുന്നത്. വൈകുന്നേരമാണെങ്കിലും നല്ല ചൂടുണ്ട് ഇപ്പോൾ. ഞാൻ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തില്ല കയ്യിൽ.
എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെയെന്ന്. അല്ലെങ്കിൽ ഞാനും കുളിച്ചേനെ. പിന്നെ ഇന്ന് രാത്രി മധുരയിലെത്തണം. അതുകൊണ്ട് തന്നെ കുളിക്കാൻ മെനക്കെടുന്നില്ല. നല്ല ഭംഗിയുണ്ട് ഈ പാർക്ക് കാണാൻ. അമ്മയും പെങ്ങളും ബ്രദറും പുറകെ വരുന്നുണ്ട്. വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ മുന്നേ പോന്നു. പിന്നെ ഇവിടെ ഒരു റിവർ കൂടിയുണ്ട് കേട്ടോ. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ റിവർ. പണ്ടുകാലത്തെ സോങ്സ് ഇത് ഈ ഒരു റിവർ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളിയാർ റിവർ എന്ന് തന്നെയാണ് അതും അറിയപ്പെടുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചു കുട്ടികൾ ഊഞ്ഞാലാടുകയും മറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വന്ന് സൊറ പറഞ്ഞിരിക്കാനും സല്ലപിക്കാനും ഒക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ലവേഴ്സിന് പറ്റിയൊരു പ്ലേസ് കൂടിയാണിത്. ലവേഴ്സിന് മാത്രമല്ല, കപ്പിൾസിനും. മഴക്കാലം കുറച്ചുകൂടി അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു ഇവിടെ. സിനിമകളിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചിത്രീകരിക്കാനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സൂര്യവംശത്തിലെ റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന സോങ്സ് ഒക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചത്. പിന്നെ മമ്മൂട്ടി ചിത്രം മൗനം സമ്മതത്തിലെ തേന്നില എന്ന സോങ്, അങ്ങനെ ഒരുപാടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം പ്രകൃതി സൗന്ദര്യത്തിനും ശാന്തതയ്ക്കും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. 1960കളിൽ നിർമ്മിച്ച ഈ ഡാം പ്രധാനമായും ജലസേചനത്തിനും കുടിവെള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ഇത് ആളിയാർ റിവർ എന്ന നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രദേശം ആളിയാർ പറമ്പിക്കുളം പ്രോജക്റ്റ് എന്ന വലിയ ജലവിതരണ പദ്ധതിയുടെ ഭാഗമാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ജലവിതരണത്തിൽ ഈ പ്രോജക്റ്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഡാമിന് ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും കാണുമ്പോൾ മനസ്സ് തന്നെ ഒരു ശാന്തത അനുഭവിക്കും. ഇവിടെ നിന്ന് പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളം പോകുന്ന ചാലിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ മനോഹരമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഡാമിൽ നിന്ന് വരുന്നത്. ഒരുപാട് പേര് ഇവിടെയും ഇറങ്ങി നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കുട്ടികളുമുണ്ട്, മുതിർന്നവരുമുണ്ട്. ഡാമിന്റെ മുകളിലേക്കായാണ് നമ്മളിപ്പോൾ ഈ ചെറിയ സ്റ്റെപ്പുകൾ വഴി കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെവിടെയായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഡാമിലേക്കുള്ള സ്റ്റെപ്പിന്റെ എണ്ണവും നമ്മളുടെ ആയാസവും കുറയുന്നുണ്ട്.
നമുക്കിനി ഡാമിൻ്റെ മുകളിലേക്ക് കയറാം. അങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം വാൽപ്പാറ ഹിൽസാണ്. ആ ഹില്ലാണ് ഇതാ കാണുന്നതൊക്കെ. നമുക്ക് മുകളിൽ പോയി ബാക്കി കാണാം. നല്ല ഹൈറ്റിലാണ് ഈ ഡാം ഇരിക്കുന്നത്. സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് റോഡിൽ കൂടി നടന്നു കയറാൻ വഴിയുണ്ട്. പക്ഷേ കുറച്ചധികം ദൂരം നടക്കണമെന്ന് മാത്രം. പക്ഷേ എല്ലാവരും സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. ഇത് ഒരുപാട് സ്റ്റെപ്പുണ്ട്. കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടെങ്കിലും കയറാനൊരു ത്രില്ലാണ്. ദേ ഇവിടെയൊക്കെ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. 90s തമിഴ് സിനിമകളിൽ മിക്ക സിനിമകളിലും ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന ചെരിവുകൾ, ഈ കയറിപ്പോകുന്ന സ്റ്റെപ്പുകൾ, അങ്ങനെ കുറേയുണ്ട്. ഡാമിൻ്റെ റിസർവോയറിൽ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴയകാല തമിഴ് സിനിമകൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ഈ ഡാമും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മങ്കി ഫാൾസ് എന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ രാത്രി ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പെർമിഷൻ ഇല്ലാതെ രാത്രി കടത്തിവിടില്ല. രാത്രി പോയാലും ഒന്നും കാണാനോ വീഡിയോ എടുക്കാനോ പറ്റില്ലാത്തതുകൊണ്ടും പിന്നൊരിക്കൽ ഞാൻ ആ വീഡിയോ കവർ ചെയ്തിടാം. കുട്ടികളൊക്കെ ഓടിക്കയറുന്നുണ്ട് ഈ സ്റ്റെപ്പുകളൊക്കെ. വയ്യെങ്കിലും അമ്മച്ചിമാരും ചേച്ചിമാരും കുട്ടികളെയും കൊണ്ടൊക്കെ നന്നേ കഷ്ടപ്പെട്ട് കയറുന്നുണ്ട്. ഈ സ്റ്റെപ്പിന്റെ ഇരുവശത്തും ചരിഞ്ഞു കിടക്കുന്ന പുല്ല് നിറഞ്ഞ പ്രദേശം നല്ല ഭംഗിയാണ് കാണാൻ. ഈ പുൽപ്രദേശത്ത് ഒരുപാട് സോങ് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്ക സിനിമകളിലും കണ്ടിട്ടുണ്ട്. വാവ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇപ്പൊ കാണാൻ. ചുറ്റും മലകള്, അതാണ് വാൽപ്പാറ ഹിൽസ്. അതിനപ്പുറം നമ്മുടെ ഷോളയാറ്, അതിരപ്പള്ളി, വാഴച്ചാലൊക്കെയാണ്. പക്ഷെ ഒരു 140 കിലോമീറ്റർ ദൂരം വരും ചാലക്കുടിക്ക്. ഇവിടുന്ന് താഴെ പാർക്കിലേക്ക് നോക്കിക്കേ. വാവ്, എന്താ ഭംഗിയല്ലേ! മലകളുടെ ഇടയ്ക്കൊരു ഡാം. ഈ ഡാം സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യവംശം, കാതലിക്ക് മര്യാദ, മൗനം സമ്മതം, പൂജൈ, എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി തുടങ്ങി ഒരുപാട് സിനിമകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെട്ടം, തെങ്കാശിപ്പട്ടണം, വിനോദയാത്ര തുടങ്ങി ഒട്ടേറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻഡം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡാം കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ ഡാം ശരിക്കും മലമ്പുഴ ഡാം പോലെയല്ല, വയനാട്ടിലെ ബാണാസുര സാഗർ ഡാം പോലെയാണ്. ബാണാസുരയിൽ പക്ഷെ പാർക്ക് കണ്ടിട്ടില്ല.
പിന്നെ ഈ ആളിയാർ ഡാമിന്റെ നീളം ഏകദേശം 3.2 കിലോമീറ്ററാണ്. ഉയരം ഏകദേശം 27 മീറ്ററാണ്. പിന്നെ ആ കാണുന്നത് വാൽപ്പാറയിലേക്കുള്ള റോഡാണ്. വണ്ടികളൊക്കെ വരുന്നതിന്റെ ഹെഡ്ലൈറ്റ് ഇടയ്ക്ക് മിന്നുന്നത് കാണാം. ഈ കവാടമൊക്കെ കണ്ടിട്ടുണ്ട്. വിശാലിന്റെ പൂജൈ ഫിലിമിൽ ഒരു സീനിൽ കാണിക്കുന്നുണ്ട് ഈ കവാടമൊക്കെ. പിന്നെ ഡാമിന്റെ താഴ്ഭാഗം പാട്ട് സീനിലും ഉണ്ട്. വിജയ് സിനിമകളിലും ഒക്കെ കാണാം. ഈ കാണുന്ന കെട്ടിടം ഒരുപാട് പഴയ സിനിമകളിലുണ്ട്. സത്യരാജിന്റെ, രജനികാന്തിന്റെയൊക്കെ സിനിമയിലുണ്ട്. മൗനം സമ്മതം മമ്മൂട്ടി ചിത്രത്തിലുണ്ട് ഈ വീട്. നിങ്ങൾ ഈ പറഞ്ഞ മൂവീസൊക്കെ കണ്ടാൽ ലൊക്കേഷൻ മനസ്സിലാവും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് നടന്നു വരാനൊരു വഴിയുണ്ടെന്ന്. അത് ഈ വഴിയാണ്. താഴെ കൂടി വന്നാൽ ഇതിലേ കയറി വരാമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. ഞാൻ സ്റ്റെപ്പ് കയറിയാണ് വന്നത്.
ചരിത്രപരമായി ഒന്നും പറയാനില്ലെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇവിടം പ്രശസ്തമാകുന്നത്. ഈ കായുന്ന വഴികളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മണ്ഡപമുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പടമൊന്നും ഓർക്കുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. രാത്രിയായി തുടങ്ങി. നമുക്ക് തിരിച്ചിനി അങ്ങോട്ട് പോകാം. അവിടെയും കുറച്ച് കണ്ടിട്ട് താഴേക്ക് പോകാം. വെട്ടം പോയി തുടങ്ങി. താഴേക്ക് നോക്കിക്കേ. പാർക്കിന്റെ അപ്പുറം റോഡിൽ ലൈറ്റ് ഉണ്ട്. പക്ഷെ പാർക്കിൽ വെട്ടമില്ല. അത് ശരിക്കും ഒരു പോരായ്മയായി തോന്നുന്നു. ചിലപ്പോൾ പാർക്ക് ക്ലോസ് ചെയ്യാൻ ടൈം ആയതുകൊണ്ടാവും ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്യാത്തത്. കുട്ടവഞ്ചിയൊക്കെ താഴെ റിസർവോയറിൽ ഒഴുകി നടക്കുന്നുണ്ട് കേട്ടോ. തടാകം കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഡാമിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഒരു എക്സസൈസ് കൂടിയാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങേ അറ്റം വരെ ഉണ്ട് നടക്കാൻ. നമുക്ക് നടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ പാർക്കിൽ നൈറ്റ് വീഡിയോ ചെയ്യാമെന്നൊക്കെ കരുതിയാണ് വന്നത്. പക്ഷേ നൈറ്റ് പാർക്കിൽ വെട്ടമില്ല.
ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്തേക്കുക, ഇല്ലേ താഴെ പോകാമായിരുന്നു. ഡാമിന്റെ താഴ്ഭാഗത്ത് വെള്ളമില്ലാത്ത ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സോങ്സ് ചിത്രീകരിച്ചിട്ടുണ്ട്. ചില സിനിമകൾ കാണുമ്പോഴാണ് നമുക്കതൊക്കെ ഓർമ്മ വരുന്നത്. ഓ, അത് ഇവിടെ ആയിരുന്നല്ലോ എടുത്തത് എന്നൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങളും ഇവിടെയൊക്കെ ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരിക്കലെങ്കിലും വരണം കേട്ടോ. പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെയൊക്കെ. മലയാള സിനിമകളിലൊക്കെ സോങ്സ് ചിത്രീകരിക്കുന്നത് അധികവും ഈ പൊള്ളാച്ചി ഭാഗത്താണ്. വാൽപ്പാറ, പൊള്ളാച്ചി, ആളിയാർ ഒക്കെ ഫിലിം ലൊക്കേഷന്റെ കേന്ദ്രങ്ങളാണ്. വെറുതെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വീഡിയോ എടുത്താൽ പോലും കിടിലം ഫ്രെയിമുകളാണ് തെളിയുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ പ്രദേശം. അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഇവിടെ ഒന്ന് അർമാദിക്കാൻ തന്നെ ഉണ്ടാവും. അത്രയ്ക്കും ഭംഗിയാണ് ഈ ആളിയാർ ഡാമും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും. അമ്മയൊക്കെ മടുത്തെന്ന് തോന്നുന്നു. നമുക്കിനി താഴേക്ക് പോകാം. ഡാമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നന്നായി ഇരുട്ട് വീണു തുടങ്ങി. മുകളിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല. അപ്പൊ നമുക്കിനി താഴെ ചെന്നിട്ട് കാണാം. ഈ ചേട്ടന്മാർ കോയമ്പത്തൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തു അവര്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. എനിക്കിന്ന് മധുരയിലെത്തണം. ഏകദേശം 210 കിലോമീറ്റർ കൂടിയുണ്ട് മധുരയിലെത്താൻ. പോകുന്ന വഴിക്ക് ഫുഡ് കിട്ടിയെന്ന് വരില്ല. ഇനി ഇവിടുന്ന് പോയാൽ പളനിയിൽ ചെന്നാലേ ഒരു നല്ല ടൗണുള്ളൂ. നല്ല ദൂരമുണ്ട് പളനിക്കും. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കണ്ട ആ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ ദ കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ളോഗ് പാർട്ട് 1 ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരും കാണണം. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. സബ്സ്ക്രിപ്ഷൻ തീരെ കുറവാണ്. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തരണം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾ അതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 ഉണ്ട്. അത് കേരള, കർണാടക വീഡിയോസ് ആയിരിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂരൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്നാലേ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകൂ തുടർന്നും വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ വരാം.